പല്ലേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കാരണം 8:30-ക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ 9:00 വരെ ഉണ്ട്. സോ ഇവിടുന്ന് കുറച്ച് ട്രാവലുണ്ട്. സോ ഗൈസ്, നമ്മൾ കെമ്പകൗഡ വന്നു. കെമ്പകൗഡയിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, റെഡിയായി. സോ ഇവിടെ നമ്മൾ കെമ്പകൗഡ ഇപ്പോൾ സമയം എന്തായി? സോ സമയം ഇപ്പോൾ 7:05. ഞങ്ങളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എക്സാം കഴിഞ്ഞിട്ട് പോകും. സക്സസ്ഫുള്ളി നമ്മൾ ഇവിടുന്ന് അപ്പം ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പുണ്ട്. ഇനിയും ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അതിന് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബസ് കയറി എത്തി. അവിടെ നിന്നാണ് നമ്മൾ 9:30 വരെ ഗേറ്റ് ക്ലോസിങ് ടൈമുണ്ട്. സോ പയ്യെ പോകാമെന്ന് വിചാരിക്കും. So guys, this is a video I'm doing after my exam. എൻ്റെ എക്സാമിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റിയില്ല. എക്സാം അതൊരു ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കാരണം 10 മണിക്കാണ് എക്സാം പറഞ്ഞിരുന്നത്. അങ്ങനെ എക്സാം നടത്താറുണ്ട് അടിച്ചുപോയി. അങ്ങനെ എക്സാം ഭയങ്കര ലേറ്റാണ്. ഞങ്ങൾ വെച്ച് ക്യാൻസലായിരിക്കും. കാരണം അത്രയും പ്രശ്നം നടന്നു. അങ്ങനെ 10 മണിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തത് ക്രിപ്കോ ചെന്നൈയിലാണ്. സോ 11 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 12 മണിക്ക് തീരേണ്ട എക്സാം തീർന്നപ്പോഴത്തേക്ക് 1 മണി കഴിഞ്ഞു. എക്സാം ഓൾറെഡി ഈസി ആയിരുന്നു. ബട്ട് ദർസ് എ കൺഫ്യൂഷൻ ഇൻ ദ സിലബസ്. എക്സാം പറഞ്ഞിരുന്ന പാറ്റേൺ 80% അഗ്രികൾച്ചറും 80 ക്വസ്റ്റ്യൻസ് അഗ്രികൾച്ചറും 20 ക്വസ്റ്റ്യൻസ് GK ജനറൽ നോളജ് ആയിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു ചേഞ്ച്. സോ ഒരു ചേഞ്ച് വന്നു വെച്ചാൽ 60 ക്വസ്റ്റ്യൻസ് ആണ് അഗ്രികൾച്ചറും 20 ക്വസ്റ്റ്യൻസ് മാത്സും റീസണിങ്ങും 20 ക്വസ്റ്റ്യൻസ് GK ആണ്. പക്ഷേ മാത്സ് എനിക്ക് അറിയാത്തതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. റീസണിങ് ഓക്കെ ആയിരുന്നു. ആൻഡ് GK എനിക്കറിയത്തില്ലായിരുന്നു. അഗ്രികൾച്ചർ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അഗ്രികൾച്ചറെ ചോദിക്കത്തുള്ളൂ. എന്തായാലും നോക്കാം. നെഗറ്റീവ് മാർക്കില്ല. സോ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഞാൻ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. കാരണം നെഗറ്റീവ് മാർക്കൊന്നുമില്ല. തോന്നിയ ഉത്തരമൊക്കെ കുത്താം. സോ അതായിരുന്നു ഇന്ന് ചെന്നൈയിൽ നടന്ന ക്രിപ്കോയുടെ ഒരു സത്യാവസ്ഥ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വന്നു. ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മോറിലാണ് ഇവിടുന്ന് താമ്പരം പോവും. താമ്പരത്ത് നിന്നാണ് നമ്മൾ കൊട്ടാരക്കരയിലോട്ട് 5 മണിക്കാണ് ട്രെയിൻ വരുന്നത്. ഇപ്പോൾ സമയം 4 മണിയായി. സോ നമ്മൾ ഇവിടുന്ന് 3 ട്രെയിനും ഒരു ബസ്സും കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു എക്സാം സെൻറ്ററിലോട്ട്. ഇങ്ങനെ പോയിട്ടാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് എക്സാം സമയത്തും കാലത്തും സ്റ്റാർട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. റിസൾട്ടിനും ബാക്കി അപ്ഡേറ്റ്സ് തരാം. മിക്കവാറും കിട്ടത്തില്ലായിരിക്കും. എന്നാലും എഴുതിയതല്ലേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എൻ്റെ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് എടുത്തു. സോ ഇപ്പോൾ എനിക്ക് പിന്നെയും ഒരു മെയിൽ ക്രിപ്കോയിൽ വന്നു. സോ എക്സാം ക്യാൻസലായി, റീടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടോ ഞാൻ എഴുതുന്ന എക്സാംസ് എല്ലാം ഇങ്ങനെ ഫസ്റ്റ് സിക്ക് ഓപ്പറേഷൻസ് എഴുതി, അത് ക്യാൻസലായി. സെക്കൻഡ് പോയി എഴുതി, അത് അതിനേക്കാളും ടഫായിരുന്നു. ക്രിപ്കോ ഇങ്ങനായി. ഇത് എൻ്റെ ലക്കിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ ഇനിയും ഒരു വട്ടം ചെന്നൈ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. ബൈ ഗൈസ്.